ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാന മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആടുജീവിതം എന്ന സിനിമ വെച്ചുകൊണ്ട് ഞാൻ ഓൾറെഡി തന്നെ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒന്നൊരു ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയും രണ്ടാമത്തേത് അതിലെ ഇബ്രാഹിം ഖാദ്രി എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും. ഈ 2 വീഡിയോയിലും കൂടുതലായിട്ടും വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ആടുജീവിതം എന്ന നോവലും സിനിമയുമായിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ. സോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതും ആ ഒരു കാര്യമാണ്. എന്നിരുന്നാലും നോവലിൽ നിന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളും വിശദീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം നോവൽ അതുപോലെ തന്നെ സിനിമയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് 3-4 പാർട്ടായിട്ട് അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നോവലിൽ നിന്ന് സിനിമയാക്കിയപ്പോൾ വന്നിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിനായിട്ടും അവർ ഒഴിവാക്കിയിട്ടുള്ളത് എന്നീ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. കൂടാതെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് സിനിമയുടെയും നോവലിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ വന്നിരിക്കുന്ന വ്യത്യാസം തന്നെയാണ്. സിനിമ തുടങ്ങുന്നത് നജീബിൻ്റെ ആ ഇൻ്റർവെല്ലിനോട് എടുക്കുന്ന സമയത്ത് നജീബിൻ്റെ ആ ഒരു കഷ്ടപ്പാട് കാണിച്ചുകൊണ്ടാണ്. പിന്നീട് എയർപോർട്ടിൽ വെച്ച് നജീബിനെയും ഹക്കീമിനെയും കാണിച്ചു തുടങ്ങുകയും പിന്നീട് അവർ ഗൾഫിൽ എത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ നോവലിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി സിനിമയുടെ അവസാനം വരുന്ന പോലീസ് സ്റ്റേഷൻ രംഗങ്ങളോടെയാണ് നോവൽ തുടങ്ങുന്നത്. അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുന്ന നജീബിനെയും നജീബിന്റെ സുഹൃത്തായിട്ടുള്ള നോവലിലെ വലിയൊരു പ്രധാന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ഹമീദ് എന്ന കഥാപാത്രവും ഇവർ രണ്ടുപേരും കൂടി കുറെ നാൾ കുഞ്ഞിക്കയുടെ വീട്ടിൽ കഴിയുകയും പിന്നീട് ഇങ്ങനെ ഒളിച്ചു താമസിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് സിനിമയിൽ കാണിക്കുന്നത് പോലെ നജീബ് ഇബ്രാഹിം ഖാദ്രിയുടെ ഫോട്ടോ കണ്ട് ഞെട്ടുന്നുണ്ട്. സിനിമയിൽ ഇത് കണ്ട് ഞെട്ടുകയും അവിടെ നിന്നങ്ങ് പോവുകയുമാണ് ചെയ്യുന്നതെങ്കിൽ നോവലിൽ അങ്ങനെയല്ല. പോലീസ് ഇത് കണ്ട് നജീബിനെ സംശയിക്കുകയും ഇയാൾ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് തല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കുറെ നാൾ നജീബും ഹമീദും ജയിലിൽ കഴിയുകയാണ്. സിനിമയിൽ ഏകദേശം 3 മാസം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മസറയിൽ കഴിഞ്ഞിട്ടുള്ള 3 വർഷത്തെക്കാട്ടിലും കൂടുതൽ എനിക്ക് ആ 3 മാസം അനുഭവപ്പെട്ടു എന്നാണ്. എന്നാൽ നോവലിൽ 5-6 മാസങ്ങൾക്ക് മുകളിൽ ആ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഹമീദിനെ സ്പോൺസർമാർ വന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടും പറയുന്നുണ്ട്. ഇതുപോലെ ഒരു ദിവസം പിന്നീട് വരുന്ന ഒരു ദിവസം നജീബിനെ തേടി സ്പോൺസർമാർ വരികയും അവിടെ വെച്ച് നജീബ് തന്റെ ആ പഴയ കഫീലിനെ കണ്ടുകൊണ്ട് താൻ ഇപ്പോൾ പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നിടത്താണ് പിന്നീട് പഴയ കഥയിലേക്ക് നമ്മൾ കടക്കുന്നത്. സോ ഈ ഹമീദിനെ പറ്റിയും നോവലിൽ ഒരുപാട് പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. നജീബ് കുഞ്ഞിക്കയുടെ അടുത്തെത്തിയ ശേഷം ഇതുപോലെ കുറെ നരകയാതനയെല്ലാം അനുഭവിച്ചുകൊണ്ട് ഹമീദ് കുഞ്ഞിക്കയുടെ അടുത്തെത്തുകയും ഇവർ രണ്ടും ജയിലിൽ ഒരുപാട് നാൾ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും ഹമീദിനെ ഇഷ്ടമായിരുന്നു, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു എന്നെല്ലാമാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ കുഞ്ഞിക്കയുടെ അടുത്തും ജയിലിലുമായിരുന്ന സമയത്ത് നജീബിന്റെ കഥകൾ അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേർ നജീബിനെ തേടി വന്നിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതേപോലെ അവസാനം നജീബിനെ നാട്ടിലേക്ക് അയക്കാനായിട്ട് എംബസിയിൽ നിന്ന് ആൾക്കാർ വന്ന് പേര് വിളിക്കുന്ന സമയത്ത് ഒരു ആഘോഷം പോലെയാണ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നജീബിനെ സ്വീകരിച്ചതെന്നും പറയുന്നുണ്ട്. ഇതുപോലെ നോവലിൽ വരുന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു ശശി. സിനിമയിൽ ഒറ്റ ഡയലോഗിൽ ഒതുക്കുന്ന ആ വാച്ച് ഞാൻ ശശിക്ക് ഊരിക്കൊടുത്തു എന്ന് എയർപോർട്ടിൽ വെച്ച് നജീബ് ഹക്കീമിനോട് പറയുന്നതിനേക്കാൾ കൂടുതലായി ബോംബെയിലെ കഥ കാണിക്കുന്ന സമയത്ത് ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കാണിക്കുകയും വാച്ച് ഊരി കൊടുക്കുന്നതുമെല്ലാം കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ എയർപോർട്ടിൽ വെച്ച് നജീബ് ഹക്കീമിനോട് പറയുന്നുണ്ട്, കഫീൽ എന്ന വാക്കാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായി പഠിച്ചതെന്ന്. അവർ ആ മുതലാളിയെ കഫീൽ എന്ന് തന്നെയാണ് സിനിമയിൽ ഉടനീളം പറയുന്നത്. എന്നാൽ നോവലിലേക്ക് വരുമ്പോൾ കഫീൽ എന്ന വാക്കല്ല, പകരം അർബാബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അർബാബ് എന്ന വാക്കാണ് ഞാൻ ആദ്യമായി പഠിച്ചതെന്ന് നജീബ് പറയുന്നതായിട്ടാണ് നോവലിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഇവരെ ആ മസറയിൽ കൊണ്ടുവരുന്ന സമയത്ത് ആദ്യം ഹക്കീമിനെ ഒരു മസറയിലേക്ക് ഇറക്കി വിടുമ്പോൾ നജീബും ഹക്കീമും അവിടെ നിന്ന് വിടല്ലേ എന്നുള്ള രീതിയിൽ വഴക്കടിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊന്നും നോവലിൽ പറയുന്നില്ല. പകരം ഹക്കീമിനെ ഇറക്കി വിടുന്നതായിട്ടും ആ സമയം നജീബ് ആത്മകഥം പോലെ മനസ്സിൽ ഈ കാര്യങ്ങൾ പറയുന്നതായിട്ടുമാണ്. അവനെ വിടല്ലേ, ഞങ്ങൾ ഒരുമിച്ചല്ലേ ജോലിക്ക് വന്നത് എന്നുള്ള രീതിയിലെല്ലാമാണ് പറയുന്നത്. കൂടാതെ ആ രാത്രിയിൽ നജീബ് ആ ടെന്റിനുള്ളിൽ കയറി കിടക്കുകയും ആ അർബാബ് ചവിട്ടുന്നതായിട്ടും കാണിക്കുന്നത് നോവലില്ല. സിനിമയിൽ കാണിക്കുന്ന ആ ഹിന്ദിക്കാരൻ നജീബ് ഭായ് എന്ന് വിളിക്കുന്ന ആൾ അവിടെ നിന്നും പോയതിനു ശേഷമാണ്, അയാളുടെ തിരോധാനത്തിന് ശേഷം അവിടെയുള്ള അർബാബ് വന്നുകൊണ്ടാണ് നജീബിനോട് പാൽ കറക്കാനായി പറയുന്നത്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. അയാളുടെ തിരോധാനത്തിന് മുന്നേ തന്നെ അയാളും അർബാബും നിന്നുകൊണ്ടാണ് നജീബിനോട് പാൽ കറക്കാനായി പറയുന്നത്. എന്നാൽ ആ ഹിന്ദിക്കാരൻ ക്രൂരനായിട്ടുള്ള കഥാപാത്രമൊന്നുമല്ല. അയാളും നജീബിനെ പോലെ തന്നെ ഒരുപാട് ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്ന, വളരെ മുഷ്ടിവേഷങ്ങളെല്ലാം ഇട്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് വരുന്നത്.
പിന്നീട് സിനിമയിൽ ഒഴിവാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നജീബ് ആടുകൾക്ക് പേര് നൽകിയിട്ടുണ്ടെന്നത്. അതായത് നോവലിൽ നജീബ് തനിക്ക് പ്രിയപ്പെട്ട ആടുകൾക്കെല്ലാം തൻ്റെ നാട്ടുകാരുടെ പേരുകളായിട്ടുള്ള രാഗിണി, രമണി, പത്മിനി, പിങ്കി, ഞണ്ട് ഗോവിന്ദൻ, പരിപ്പ് വിജയൻ എന്നിങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള പേരുകൾ ചൊല്ലിയാണ് അവരെ വിളിച്ചിരുന്നത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് നബീൽ എന്ന ഒരു ആട്ടിൻകുട്ടിയെക്കുറിച്ചാണ്. അതായത് നജീബ് തൻ്റെ മകന് ഇടാൻ വെച്ചിരുന്ന പേരാണ് നബീൽ എന്ന്. അത് സിനിമയിലും നോവലിലും അതുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരിക്കൽ മരുഭൂമിയിൽ വെച്ച് ഒരു ആട്ടിൻകുട്ടി പ്രസവിക്കുകയും പെട്ടെന്ന് നജീബ് ആ ആട്ടിൻകുട്ടിയെ കയ്യിലേക്ക് എടുക്കുകയും അത് ഒരു ആണാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യ നാട്ടിലിപ്പോൾ പ്രസവിക്കാൻ സമയമായിരിക്കുമെന്നും അതുകൊണ്ട് ഇത് ദൈവം തനിക്കായി തൻ്റെ മകനെ പോലെ തന്നതാണെന്നും കരുതിക്കൊണ്ട് അതിന് നബീൽ എന്ന പേരിടുകയും അതിനെ ഒരുപാട് ഓമനിച്ച് വളർത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കൂടാതെ സിനിമയിൽ ഈ ഒരു അർബാബ് എന്ന കഥാപാത്രം കുറച്ച് മയപ്പെട്ടവനായിട്ടും എന്നാൽ ചില കാര്യങ്ങളിൽ ഒരുപാട് ക്രൂരനായിട്ടും കാണിക്കുന്നുണ്ട്. അതിലെ ഒരു പ്രധാന കാര്യമാണ് ആടുകളെ വന്ധീകരിക്കുക എന്നുള്ളത്. അതായത് ആടുകൾ പ്രസവിച്ച് മുട്ടൻ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഒരുപാട് ആണത്തമുള്ളതാണോ, ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്ന അർബാബ് അത്തരം നല്ല ആടുകളെ മാത്രം ഇണചേരാനായി വിടുകയും അല്ലാത്ത ആടുകളെ പിടിച്ചുകൊണ്ട് അതിന്റെ ആണത്തം നശിപ്പിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഈ സമയം നജീബിന്റെ കയ്യിൽ ഇത്തരം ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ടാണ് അർബാബ് ഈ ക്രൂരകൃത്യം ചെയ്യുന്നത്. ഈ സമയം നജീബ് ഓമനിച്ചു വളർത്തുന്ന നബീൽ എന്ന ആ ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ടുവരാനായി നജീബിന്റെ അടുത്ത് പറയുകയും നജീബ് പിടിച്ചുകൊണ്ടുവരാതെ മറ്റു പല ആടുകളെയും കാണിക്കുകയും ദേഷ്യം വന്ന അർബാബ് നജീബിനെ തല്ലുകയും അർബാബ് തന്നെ പിടിച്ചുകൊണ്ടുവന്ന് നജീബിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ക്രൂരമായി ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് പാമ്പുകളെ കാണിക്കുന്നത്. സിനിമയിൽ ഇവർ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസരത്തിൽ മാത്രമാണ് ആ പാമ്പുകളെ കാണിക്കുന്നത്. എന്നാൽ നോവലിൽ ഇത് കൂടാതെ ഒരിക്കൽ നജീബ് രാവിലെ എണീച്ചു നോക്കുമ്പോൾ കുറെ ആട്ടിൻകുട്ടികൾ ചത്തു കിടക്കുന്നതായിട്ടും നജീബിന് കാര്യം മനസ്സിലാകാതെ വരികയും എന്നാൽ ഇതെല്ലാം അറിയാവുന്ന അർബാബ് അവിടെ എല്ലാം പരിശോധിച്ചുകൊണ്ട് അന്ന് രാത്രി അവിടെ കാവൽ നിൽക്കുകയും ഒരു ആട്ടിൻകുട്ടിയുടെ കാലിൽ പാമ്പ് ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നജീബിനെ വിളിച്ച് നിർബന്ധിച്ച് അതിനെ കൊല്ലാൻ പറയുകയും നജീബ് പേടിച്ചോടാൻ തുടങ്ങുമ്പോൾ മസറ പുറത്തു പൂട്ടുന്നതായിട്ടും വേറെ വഴിയില്ലാതെ നജീബ് പാമ്പിനെ തല്ലുന്നതായിട്ടും പാമ്പ് അവസാനം അവിടെ ഓടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ പാമ്പ് കടിച്ച് ആ നബീൽ എന്ന ആട്ടിൻകുട്ടി മരിച്ചതായിട്ടും പറയുന്നുണ്ട്. കൂടാതെ നേരത്തെ ഇവർ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ആ പാമ്പുകളുടെ കാര്യവും തികച്ചും നോവലിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സിനിമയിൽ വന്നിരുന്നത്. സിനിമയിൽ ഇവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാമ്പുകൾ വരികയും പെട്ടെന്ന് അനങ്ങാ നിൽക്കുമ്പോൾ പാമ്പ് പോകുന്നതായിട്ടുമാണ് പറയുന്നത്. എന്നാൽ നോവലിൽ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ ചെടികൾ മുളച്ചു നിൽക്കുന്നത് പോലെ തോന്നുകയും പെട്ടെന്ന് ചെടികൾ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നുകയും അടുത്തേക്ക് എത്തുമ്പോൾ അത് പാമ്പുകളാണെന്നും ഒരു യുദ്ധത്തിന് ആയിരക്കണക്കിന് ഭടന്മാർ വരുന്നത് പോലെയാണ് ഈ പാമ്പുകൾ വന്നിരുന്നതെന്നും ഇവരിൽ നിന്നും രക്ഷപ്പെടാനായി ഇബ്രാഹിം ഖാദ്രി പറയുന്നത് പോലെ മണ്ണിൽ മുഖം താഴ്ത്തി കിടക്കുകയും പാമ്പുകൾ ഇവരുടെ മേലെ കൂടെ ഇഴഞ്ഞു പോവുകയുമാണ് ചെയ്തിരുന്നത്. പിന്നീടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, അർബാബിനെ നോവലിൽ കുറച്ച് മയപ്പെട്ട രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്ന്. അതായത് സിനിമയിൽ നജീബിന് അപകടം സംഭവിക്കുന്ന സമയത്ത് നജീബ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുകയും അർബാബ് അത് കേൾക്കുന്നതായിട്ടും കാണിച്ചിട്ടില്ല. എന്നാൽ നോവലിലും ഇതുപോലെ ആടിടിച്ച് നജീബിന്റെ കൈക്കും നെഞ്ചത്തുമെല്ലാം പരിക്ക് വരുന്ന അവസരത്തിൽ നജീബ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുകയും അങ്ങനെ അർബാബ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി പച്ചമരുന്നുകളും മറ്റും കെട്ടിവെച്ചുകൊണ്ട് നജീബിന്റെ ഒടിഞ്ഞ കൈ സുഖപ്പെടുത്താനും നെഞ്ച് റെഡിയാക്കാനുമെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ നോവലിനെ പോലെ അത്തരത്തിലുള്ള ഫുഡല്ല, പകരം കടയിൽ നിന്നോ മറ്റോ വാങ്ങിയിട്ടുള്ള കുബൂസ് കൊണ്ടുവന്ന് നജീബിന് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ ഈ അർബാബിന് മഴ ഭയമായിരുന്നുവെന്നും നജീബ് പറയുന്നത് ജനിച്ചിട്ട് ഇതുവരെ ഈ അർബാബ് കുളിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന ഒരു ദിവസം അർബാബ് പേടിച്ച് നജീബിനെ ആദ്യമായി ടെന്റിന്റെ അകത്തേക്ക് വിളിച്ച് അടുത്തിരുത്തിയെന്നും നജീബ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ ദൈവമേ എന്നെല്ലാം പറയുന്നുണ്ടെന്നും കാണിച്ചിട്ടുണ്ട്. കൂടാതെ അർബാബ് മറ്റൊരു അർബാബിന്റെ മകളുടെ കല്യാണത്തിന് പോകുന്ന ദിവസം നജീബിനെ വിളിച്ചുകൊണ്ട് നീ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവനാണ്, നീ നല്ലവനാണ്, നീ മറ്റുള്ളവരെ പോലെ ഇവിടെ വന്നിട്ടുള്ള മറ്റുള്ളവരെ പോലെ കള്ളനല്ല, നീ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നെല്ലാം സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടെന്നും നജീബിന് ഒരു പരിധിവരെ അതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നോവലിൽ പറയുന്നു. ഈ മഴയുടെ ഭാഗത്ത് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നോവലിൽ നജീബിന് രക്ഷപ്പെടാൻ ഒരു നല്ല അവസരം കിട്ടിയിരുന്നുവെന്നും നജീബ് അത് ഉപയോഗിച്ചിരുന്നില്ല എന്നുമാണ്. അതായത് ആ മഴ പെയ്യുന്ന രാത്രിയിൽ ടെന്റിന്റെ അകത്തേക്ക് അർബാബ് നജീബിനെ വിളിച്ചു കയറുന്ന സമയത്ത് അർബാബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ തോക്ക് നജീബിന് കയ്യിൽ കിട്ടുമെന്നും
ഒരവസരത്തിൽ നജീബ് അർബാബിനെ കൊന്നുകൊണ്ട് പുറത്തു കിടക്കുന്ന വണ്ടിയെടുത്ത് രക്ഷപ്പെടാമെന്ന് മനസ്സിൽ കരുതിയിരുന്നുവെന്നും എന്നാൽ പെട്ടെന്ന് അർബാബ് ദൈവമേ നജീബ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ പേടിച്ച് മരിച്ചേനല്ലോ എന്നെല്ലാം പറയുന്നത് കേട്ട് നജീബിന് ഒരു നിമിഷം മനസ്സലിഞ്ഞുവെന്നും അതുകൊണ്ട് ആ തോക്ക് പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വെച്ചുമെന്നുമാണ് പറയുന്നത്. കൂടാതെ സിനിമയിൽ നജീബ് ഒരുപാട് നിരാശനായിട്ടുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നോവലിൽ തനിക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളും അത് ദൈവം തന്നതാണ് എന്നുള്ള രീതിയിൽ അതിൽ തൃപ്തിപ്പെടാനും മറ്റും നജീബ് ശ്രമിച്ചതായിട്ടും പല ഭാഗത്തും കാണിക്കുന്നുണ്ട്. കൂടാതെ സിനിമയിൽ വന്നിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നജീബും ഹക്കീമും രണ്ടാമത് കൂടിക്കാഴ്ച നടത്തുന്ന രംഗം. അതായത് സിനിമയിൽ ആ മഴയും ആലിപ്പഴവും വീഴുമ്പോൾ അവിചാരിതമായിട്ട് നജീബും ഹക്കീമും കണ്ടുമുട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ സിനിമയിൽ അങ്ങനെയല്ല. ഈ മഴ പെയ്യുന്ന രാത്രിയിൽ മഴ കുറച്ച് അടങ്ങുന്ന സമയത്ത് അർബാബ് ഇവിടെ നിന്നും വണ്ടിയിൽ കയറി പോവുകയും ആ സമയം നജീബ് പുറത്തേക്ക് വരികയും നജീബിന് ഓൾറെഡി തന്നെ അറിയാം ഹക്കീമിനെ കുറച്ച് അകലെയുള്ള അല്ലെങ്കിൽ തന്റെ മസറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ ഇത്രയും നാളും ഭയം കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാതിരുന്നതാണെന്നും ഇപ്പോൾ ആ ഒരു അവസരം കിട്ടിയപ്പോൾ തേടി പോകാമെന്നും കരുതി ഹക്കീമിനെ തിരക്കി നജീബ് പോയെന്നും അവിടെ വെച്ച് ഹക്കീമിന്റെ മസറയിൽ നജീബ് പോയി ഹക്കീമിനെ കണ്ടുവെന്നാണ് പറയുന്നത്. പിന്നീടും ഇവർ പലപ്പോഴും ഇതുപോലെ അടുത്തടുത്തായിരുന്നുകൊണ്ട് കൂടിക്കാഴ്ച നടത്തിയെന്നും പറയുന്നുണ്ട്. സിനിമയിൽ പറയുന്നത് ഹക്കീം പല മസറയിൽ പല ദൂരസ്ഥലത്തായിരുന്നുവെന്നും അവസാനം അടുത്തുള്ള മസറയിൽ എത്തിയെന്നുമാണ്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. ഹക്കീം എപ്പോഴും അവിടെ തന്നെ ആയിരുന്നുവെന്നാണ് പറയുന്നത്. അതുപോലെ സിനിമയിൽ നജീബ് കുളിക്കുന്നതായിട്ട് കാണിക്കുന്നത് ഇവര് രക്ഷപ്പെടുന്ന ആ അവസാനത്തെ ദിവസമാണ്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. ഈ ഇടയ്ക്ക് സംഭവിക്കുന്ന നജീബിന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും അത് ഒഴിവാക്കി തോക്ക് തിരിച്ചു വെച്ചതിന് ശേഷം അർബാബ് അവിടെ നിന്നും പോയതിനു ശേഷം നജീബ് പൂർണ്ണ നഗ്നനായി പുറത്തേക്ക് വരികയും അവിടെ നിന്ന് കുളിച്ചുമെന്നുമാണ് പറയുന്നത്. മറ്റൊന്ന്, സിനിമയിൽ രക്ഷപ്പെടാൻ വേണ്ടി നജീബ് അവിടെ വെള്ളം കൊണ്ടുവരുന്ന ഒരാളോട് സഹായം ചോദിക്കുന്നതായിട്ടും ഇതറിയുന്ന അർബാബ് നജീബിനെ തല്ലുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ നോവലിൽ ഇങ്ങനെയല്ല. നജീബ് ഒരാളോട് മാത്രമല്ല അവിടെ വന്നിട്ടുള്ള ആദ്യം അവിടെ പോച്ച കൊണ്ടുവരുന്ന ഒരു പാകിസ്ഥാൻകാരനോടും പിന്നീട് അവിടെ ഗോതമ്പും മറ്റും കൊണ്ടുവരുന്ന ഒരാളോടും മൂന്നാമത് വെള്ളം കൊണ്ടുവരുന്ന ഒരാളോടും ചോദിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ആ പോച്ച കൊണ്ടുവരുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ മൈൻഡ് ചെയ്തില്ല എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് ദേഷ്യം വന്നുവെന്നും താൻ ഒത്തിരി അയാളെ ശപിച്ചുവെന്നും നജീബ് പറയുന്നുണ്ട്. പിന്നീട് ഗോതമ്പ് കൊണ്ടുവരുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ ഇത് കാണുന്ന അർബാബ് അയാളെ വഴക്ക് പറഞ്ഞിരുന്നുവെന്നും പിന്നീട് വെള്ളം കൊണ്ടുവരുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ അർബാബ് അവിടെ വെച്ച് നജീബിനെയല്ല ആ വെള്ളം കൊണ്ടുവന്ന ആളെ തല്ലിയെന്നും ഇതൊക്കെ കൊണ്ട് ആദ്യം ആ പാകിസ്ഥാൻകാരൻ തന്നെ മൈൻഡ് ചെയ്യാതിരുന്നത് അയാൾക്ക് സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അർബാബിനെ പേടിച്ചിട്ടാണ് എന്ന് നജീബ് മനസ്സിലാക്കി വിഷമിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വലിയ വ്യത്യാസമായിരുന്നു ആ ആടിനെ ഭക്ഷിക്കാനായിട്ട് നജീബിന് കൊടുക്കുന്നത്. സിനിമയിൽ അത് കാണിക്കുന്നത് ആ വിവാഹം നടക്കുന്നതിന്റെ തലേന്ന് ഒരു പാർട്ടി നടക്കുകയും ആ സമയത്ത് ഒരു ആടിന്റെ കാല് നജീബിന് കൊണ്ട് കൊടുക്കുന്നതും നജീബ് അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല എന്നുമാണ്. നോവലിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം നടക്കുന്നതായിട്ട് പറയുന്നില്ല. പകരം ആ ദിവസം രാവിലെ തങ്ങൾക്ക് ഒരു വിവാഹമുണ്ടെന്ന് പറയുകയും വൈകുന്നേരം ഒരു വണ്ടി വരികയും അർബാബ് അതിൽ കയറി പോകുന്നതായിട്ടുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോവലിൽ ഈ ആടിന്റെ കാല് തിന്നാനായി കൊടുക്കുന്ന രംഗം ഇങ്ങനെയല്ല. പകരം വളരെ സെന്റിയാക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരിക്കൽ നജീബ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയെന്നും ആ സമയം നജീബിന്റെ പുറകെ ഒരു ആട് ഓടുകയും ഇത് ബൈനോക്കുലറിലൂടെ കാണുന്ന അർബാബ് ആ ആടിനെ വെടിവെച്ചിടുകയും പിന്നീട് നജീബിനെ പിടിച്ചുകൊണ്ടുവന്ന് മസറയിൽ കെട്ടിയിടുകയും എന്നിട്ട് ആ ആടിനെ അവിടെ കൊണ്ടുവന്ന് തൊലിയുരിച്ച് വേവിക്കുകയും അതിലൊരു കഷ്ണം നജീബിന് കൊണ്ട് കൊടുക്കുകയും നജീബ് തിന്നില്ല എന്ന് പറയുമ്പോൾ വായിൽ കുത്തിക്കയറ്റുകയും ഉള്ളിലേക്ക് പോയ ഭക്ഷണം നജീബ് തുപ്പിക്കളയുകയും ഛർദ്ദിച്ചു കളയുകയും ചെയ്തുവെന്നെല്ലാമാണ് പറയുന്നത്. ഇതിന് കാരണമായി നജീബ് പറയുന്നത് ഇബ്രാഹിം നബിക്ക് മകനെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആടിനെ ഇറക്കിക്കൊടുത്തു എന്നുള്ള കഥ പോലെ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം ആ ആടിനെ ഇറക്കിക്കൊടുത്തു എന്നാണ്. സോ തന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള ആ ആടിനെ തിന്നുന്നത് തന്റെ സ്വന്തം സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നതായിട്ടാണ് നോവലിൽ കാണിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം, സിനിമയിലും നോവലിലും ആ ഹിന്ദിക്കാരന്റെ ഡെഡ് ബോഡി കിട്ടുന്ന രംഗമാണ്. അതായത് സിനിമയിൽ നജീബ് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കഴുകന്മാരുടെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയും അവിടെ വെച്ച് ഹിന്ദിക്കാരന്റെ ഡെഡ് ബോഡി കിടക്കുന്നതായി കാണുന്നതായിട്ടുമാണ്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. ആടുകളുമായിട്ടുള്ള ഒരു ഇടിയുടെ സമയത്താണ് നജീബ് ഇത് കാണുന്നത്. അതായത് നോവലിൽ ആദ്യം ആടുകൾ സിനിമയിലെ പോലെ തന്നെ നജീബിനെ ഇടിച്ചിടുകയും പിന്നീട് ആടുകളുടെ അടവ് പഠിച്ചതിന് ശേഷം ആടുകൾ എങ്ങനെയാണ് വന്ന് ഇടിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് ഒരവസരത്തിൽ ഇടിക്കാൻ വരുമ്പോൾ നജീബ് ഒഴിഞ്ഞു മാറുകയും
ആട് നേരെ പോയി മണ്ണിലേക്ക് വീഴുകയും അങ്ങനെ ആട് വീണ സ്ഥലത്ത് നജീബ് എന്തോ കാണുകയും തിരക്കി ചെല്ലുമ്പോൾ മണ്ണ് മാറ്റുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നതായിട്ടും അവിടെ അയാളുടെ അരയിൽ കിടക്കുന്ന ബെൽറ്റ് കണ്ടുകൊണ്ട് അത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഹിന്ദിക്കാരനായിരുന്നു. നോവലിൽ അയാളെ ഭീകർ ജീവി എന്നാണ് പറയുന്നത്. ആ ഭീകർ ജീവി ആയിരുന്നുവെന്നും ഇത് കണ്ട് പേടിച്ച് നജീബ് ദൂരെ നിൽക്കുന്ന അർബാബിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും അയാളുടെ കാൽ പിടിച്ചുകൊണ്ട് ഞാനിവിടെ എങ്ങനെ വേണമെങ്കിൽ നിന്നോളാം, എന്നെ തല്ലിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്നെ കൊല്ലരുതേ എന്ന് പറയുന്നതായിട്ടും അർബാബിന് ഒന്നും മനസ്സിലാകാതെ നിന്നുമെന്നുമെല്ലാമാണ് പറയുന്നത്. സിനിമയിൽ നജീബ് സൈനുവിന് കത്തെഴുതുന്ന ഒരു രംഗമുണ്ട്. ആ സമയം അത് പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോവുകയാണ്. ഒരു വരി എഴുതുകയും പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോവുകയുമാണ്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. ഈ കത്തെഴുതുന്ന കാര്യം വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട്. ആ സമയം നജീബ് ആ കത്തിലെഴുതുന്ന കാര്യങ്ങളെല്ലാം തന്നെ കള്ളത്തരങ്ങളായിരുന്നു. അതായത് നജീബ് എങ്ങനെ കഴിയണമെന്നാണോ നജീബും വീട്ടുകാരും ആഗ്രഹിച്ചത് ആ രീതിയിൽ അപ്പോൾ നജീബ് ആ ഉള്ള സ്ഥലത്തെ പറ്റി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതുന്നത്. അതായത് താൻ ഇപ്പോൾ നല്ലൊരു കമ്പനിയിലാണെന്നും ഇറച്ചിയും തുകലുമെല്ലാം വിൽക്കുന്ന ഒരു കമ്പനിയിലാണെന്നും തന്നെ അർബാബിന് ഒരുപാട് ഇഷ്ടമാണെന്നും അർബാബ് എപ്പോഴും ഫുഡായി തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇറച്ചിയും നല്ല നല്ല ആഹാരങ്ങളെല്ലാം തരുമെന്നും കൂടാതെ അർബാബിന് ഒരു മകളുണ്ടെന്നും ആ മകളായി പറയുന്നത് അവിടെയുള്ള ഒരു ആടിനെയാണ്. ആ ആടിന് തൻ്റെ പഴയ ലവറിന്റെ പേരാണ് നജീബ് ഇടുന്നത്. എന്നിട്ട് ഈ മകളുമായി അർബാബ് എപ്പോഴും വൈകുന്നേരം തന്നെ റോഡിലൂടെ നടക്കാൻ വിടുമെന്നും അവൾക്ക് താൻ തന്നെ കൂടെ പോകണമെന്നും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് നജീബ് ആ കത്തെഴുതുന്നത്. പിന്നീട് സിനിമയിൽ നജീബ് രക്ഷപ്പെടുന്ന സമയത്ത് തൻ്റെ ബാഗ് കയ്യിൽ കരുതിയിരുന്നുവെന്നും പിന്നീട് ഒരവസരത്തിൽ അത് നഷ്ടപ്പെടുന്നതായിട്ടുമാണ് പറയുന്നത്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. രക്ഷപ്പെടുന്ന സമയത്ത് ബാഗ് എടുക്കുന്നുണ്ട്. എന്നാൽ ആ ബാഗും അതിനുള്ളിലെ വസ്ത്രങ്ങളുമെല്ലാം ദ്രവിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് പറയുന്നത്. സിനിമയിലും നോവലിലാണെങ്കിലും ഇബ്രാഹിം ഖാദ്രി എന്നൊരു കഥാപാത്രവുമായിട്ട് തന്നെ ഇവർ രക്ഷപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. രണ്ടിലും ഇബ്രാഹിം ഖാദ്രിയെ അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള വെയിലൂടെയും മറ്റും നടന്നിട്ടും ക്ഷീണമൊന്നും തോന്നാത്ത ഒരാളായിട്ട് തന്നെ കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവർ രാത്രിയിൽ പോകുന്ന സമയത്ത് സിനിമയിൽ വെള്ളം കുടിക്കാനായി ഒരു സ്ഥലത്ത് പോവുകയും ആ മസറയിലുള്ള ആളുകൾ ഇവരെ വെടിവെക്കുന്നതായിട്ടെല്ലാം പറയുന്നുണ്ട്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. ഇവർ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് പല മസറകൾ കാണുകയും എന്നാൽ അവിടെയുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു നടക്കുകയും പക്ഷെ ഗതികേടിന് ഒരു മസറയുടെ മുന്നിലേക്ക് ഇവർ ചെന്നെത്തുകയും അവിടെ കിടന്നുറങ്ങുന്ന ആളുകളെ അറിയാതെ ചവിട്ടുകയും അവർ വന്ന് വെടിവെക്കുന്നതായിട്ടുമാണ് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ തന്നെ ദൈവത്തിന്റെ ഒരു അദൃശ്യകരം എന്നുള്ളൊരു കാര്യവും നോവലിൽ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ വെടിവെക്കുന്ന സമയത്ത് ഇബ്രാഹിം ഖാദ്രി പെട്ടെന്ന് നജീബിന്റെ പുറത്തു വന്ന് തട്ടിക്കൊണ്ട് താഴെ കിടക്കൂ എന്ന് പറയുകയും അനങ്ങരുത് എന്ന് പറയുന്നതായിട്ടും അങ്ങനെ വെടികൊള്ളാതെ നജീബ് രക്ഷപ്പെട്ടിരുന്നുവെന്നും പിന്നീട് നജീബ് ഇബ്രാഹിം ഖാദ്രിയോട് നന്ദി പറയുകയും എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും താൻ ഒരുപാട് ദൂരെയായിരുന്നുവെന്ന് ഇബ്രാഹിം ഖാദ്രി പറയുകയും ഹക്കീമിനോട് ചോദിക്കുമ്പോൾ ഹക്കീമും താനും തൊട്ടിട്ടില്ല, താനും ഒരുപാട് ദൂരെയായിരുന്നുവെന്ന് പറയുകയും അതുകൊണ്ട് തന്നെ നജീബ് തങ്ങളെ കൂടാതെ നാലാമത് ഒരാൾ കൂടി അദൃശ്യനായിട്ടുള്ള ഒരാൾ കൂടി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്നും അയാളാണ് തന്നെ രക്ഷിച്ചതെന്നും നോവലിൽ പറയുന്നുണ്ട്. പിന്നീട് ഇവർ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് സിനിമയിൽ അവസാനം മാത്രമാണ് റോഡിന്റെ അരികിലെത്തുന്നത് അല്ലെങ്കിൽ ഒരു വണ്ടി കണ്ടെത്തുന്നതായിട്ട് പറയുന്നത്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. ഇവർ മരുഭൂമിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യ രാത്രിയിൽ തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചകലെയായി ഒരു മിനി ലോറി പോവുകയും എന്നാൽ അത് അർബാബിന്റെ ആരെങ്കിലും ആണോ എന്ന് കരുതി ഇവർ ഒളിച്ചിരിക്കുകയും എന്നാൽ അത് കുറച്ച് അടുത്തുകൂടി പോകുമ്പോൾ നജീബിന് അത് തങ്ങളുടെ അടുത്ത് പോച്ച കൊണ്ടിടാൻ വരുന്ന താൻ എന്ന് ചൂടായിട്ടുള്ള ആളാണെന്നും ഇബ്രാഹിമിന് അത് തന്റെ പരിചയക്കാരനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇബ്രാഹിമും ഇവരും അതിന്റെ പുറകെ ഓടിയിരുന്നുവെന്നും എന്നാൽ വണ്ടി ദൂരെ പോയിരുന്നുവെന്നും നിർഭാഗ്യം ഇവരെ ഒരുപാട് തവണ വേട്ടയാടിയിരുന്നുവെന്നുമെല്ലാം നോവലിൽ കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സിനിമയിൽ പാമ്പുകൾ, പല്ലികൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളെ മാത്രമേ ആ മരുഭൂമിയിൽ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. പറക്കുന്ന ഓന്തുകൾ, മരുഭൂമിയിലെ ആമകൾ, കീരികൾ, മുയലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നോവലിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് സിനിമയുടെ അവസാനം നജീബിനെ ഒരു അറബി സഹായിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നോവലിൽ അങ്ങനെയല്ലായിരുന്നു. അയാൾ നജീബിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടി നജീബ് അകത്തേക്ക് കയറുമ്പോൾ നജീബിന്റെ മണം സഹിക്കാതെ മൂക്ക് പൊത്തുന്നതായും AC ഓഫാക്കുന്നതായും ഗ്ലാസ് താത്തിയിടുന്നതായും ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയെല്ലാം അയാളെ കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് സിനിമയിൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ പട്ടണത്തിലെത്തുന്ന നജീബ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ഒരു സ്ഥലത്ത് വീഴുകയും അവിടെ മലബാർ ഹോട്ടൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് കാണിക്കുന്നത്. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. പല ഹോട്ടലുകളുടെയും മറ്റും മുന്നിൽ നജീബ് ഭക്ഷണത്തിനായി യാചിച്ചിരുന്നുവെന്നും അങ്ങനെ അവസാനം മലബാർ ഹോട്ടൽ കണ്ടുവെന്നും അവിടേക്ക് അടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ മുന്നിൽ ബോധം കെട്ട് വീഴുകയായിരുന്നുവെന്നും അങ്ങനെ കുഞ്ഞിക്ക കണ്ടെത്തിയെന്നുമാണ് കാണിക്കുന്നത്.
പിന്നെ അവസാനത്തേത് നജീബ് വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന രംഗം സിനിമയിലുണ്ട്. ഈ സമയത്ത് അധിക കാര്യങ്ങളൊന്നും ഫോണിൽ സംസാരിക്കുന്നില്ല. എന്നാൽ നോവലിലെ ഒരു പ്രധാന കാര്യം ഇവിടെ ഒഴിവാക്കിയിരുന്നു. അതായത് നജീബും സൈനുവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സൈനു നജീബിന്റെ ഉമ്മ കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരുന്നുവെന്നും ഇക്കായ ഓർത്തുകൊണ്ട് നെഞ്ച് വിങ്ങി വിങ്ങിയാണ് മരണപ്പെട്ടിരുന്നതെന്നും സൈനു പറയുകയും ഇത് കേട്ടുകൊണ്ട് നജീബ് വിഷമിച്ച് ഫോൺ കട്ട് ചെയ്യുന്നതായിട്ടുമുള്ള ഒരു സെന്റി സീനും നോവലിലുണ്ട്. സോ ഇതെല്ലാമാണ് ആടുജീവിതം നോവലിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോൾ വ്യത്യാസപ്പെട്ടു വന്നിട്ടുള്ള എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇവിടെ ഞാൻ പറയാതെ വിട്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട നോവലിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോൾ വിട്ടുപോയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.